സാറേ, ഈ 21 ദിവസത്തെ വെടിനിർത്തൽ ഫ്രാൻസും അമേരിക്കയും ചേർന്നിട്ട് ഇസ്രായേലിനോട് ഹിസ്ബുള്ളയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വെടിനിർത്തൽ സാധ്യത ഈ ഇസ്രായേൽ തള്ളിയിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ നയം, വെടിനിർത്തൽ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ നയം വളരെ വ്യക്തമാണ്. ലക്ഷ്യം കാണുന്നതുവരെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നത് വടക്കൻ അതിർത്തിയിൽ നിന്ന് ഒഴിഞ്ഞുപോയ ഇസ്രായേൽ ജനതയെ എത്രയും വേഗം തിരികെ കൊണ്ടുവരുന്നതിനാണ് തങ്ങൾ ആദ്യ പരിഗണന നൽകുന്നതെന്നും നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഇസ്രായേലികളും അവരുടെ വീടുകളിൽ സമാധാനത്തോടെ കഴിയുന്നത് വരെ ഞങ്ങൾ യുദ്ധം തുടരും. അപ്പോൾ യുദ്ധം തീരില്ല. ഇല്ല. എന്തെങ്കിലും ഏതെങ്കിലും നാട്ടിലെ ആളുകൾ സമാധാനത്തോടു കൂടി കഴിയും. എസ്പെഷ്യലി ഇതുപോലെ 4 ഭാഗം ശത്രുക്കളാൽ ചുറ്റപ്പെട്ട സ്ഥലം ഈ യുദ്ധം തീരില്ല. ഈ യുദ്ധം ലോകാവസാനത്തോടു കൂടിയേ തീരുള്ളൂ. കളിച്ച് അങ്ങോട്ട് പോകും. ഇപ്പോഴത്തെ ടാർഗറ്റ് യുദ്ധം തീരില്ല എന്ന് നെതന്യാഹു പറയാൻ കാരണം ഈ യുദ്ധത്തോടു കൂടി ഹമാസിനെയും ഹിസ്ബുള്ളയും പൂർണ്ണമായി തീർക്കണം. ഹമാസ് ഏകദേശം തീർന്നു. ഹമാസ് തീർന്നു. അവൻ എന്ത് ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള സ്വപ്നത്തിനോട് കൂടുതൽ അടുക്കണം. അങ്ങോട്ടാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണം. അതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഇത് സിറിയയുടെ അതിർത്തി വരെ സ്റ്റെപ്പിങ് ചെയ്യണം. ഇതാണ് ഉദ്ദേശം. സിറിയയും പിടിക്കുമായിരിക്കും. സിറിയ പിടിക്കും. ഭാവിയിൽ പെട്ടെന്ന് പിടിക്കണ്ടാവില്ല. കുറച്ച് ടൈം ഇട്ടിട്ട് പിടിക്കും. കാരണം ഒരു യുദ്ധത്തിന് ശേഷം ഒരു ടൈം ഉണ്ടാവും. എപ്പോഴും ഇസ്രായേലിന്റെ രീതി അങ്ങനെയാണ്. ഒരു യുദ്ധം അതിനുശേഷം അവർ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഒരിക്കലും ഹമാസിനോ ഹിസ്ബുള്ളയ്ക്കോ റീചാർജ് ചെയ്യാനുള്ള സമയം ഞങ്ങൾ കൊടുക്കില്ല. യുദ്ധത്തിന്റെ ഇടവേളകളിൽ റീചാർജ് ചെയ്യും. അങ്ങനെ റീചാർജ് ചെയ്യാൻ സാധ്യമില്ലാത്ത യുദ്ധം നശിപ്പിക്കണം. മാത്രമല്ല ഇവരെ രണ്ടുകൊണ്ടും ഇസ്രായേലിനുള്ള ആവശ്യം തീർന്നു. ഹമാസിനെ കൊണ്ടുള്ള ഓൾറെഡി തീർന്നു. ഹിസ്ബുള്ളയെ നിൽക്കേണ്ടി ഇവരുടെ ആവശ്യമായിരുന്നു. കാരണം പല കാര്യം ഇപ്പോൾ ഹിസ്ബുള്ള ഉള്ളത് കൊണ്ടാണല്ലോ ലെബനനിൽ കയറാൻ പറ്റിയത്. ഇനി അവരുടെ ആവശ്യമില്ല. ഇനിയും ഫിനിഷ് ചെയ്യണം. തലവേദന ആവും. എന്നിട്ട് അവിടെ സെറ്റിൽമെന്റ്, ജൂത സെറ്റിൽമെന്റുകൾ വരണം. അത് അവരുടെ പ്രദേശമായിരുന്നു അവർ പറയുന്നത്. അതിപ്പോൾ ഇപ്പോൾ എന്ത് പറയുന്നത് UN കൊടുത്തതിൽ അതുണ്ടോ? എന്ത് 2000 വർഷം അവിടെ മുമ്പ് അവിടെ രാജ്യം ഉണ്ടായി. അങ്ങനെ പലരും ചോദിച്ചു വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ജോണിൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റും. 2000 വർഷമാണ്. ഒന്നും രണ്ടും അല്ല, 2000 വർഷം, 20 ജനറേഷൻ ഏറ്റവും ചുരുങ്ങിയത്. ആ നാട്ടിൽ അവരില്ല. ഓടിച്ചാരാ? റോമക്കാർ. നമുക്ക് നാസർ എന്നുള്ള പേരിട്ടുള്ള ബാബിലോണിയ രാജാവൊക്കെ ഓടിച്ചിരുന്നു. അതിനുശേഷം പേർഷ്യക്കാർ, ഈ ഇന്നത്തെ ഇറാൻകാർ തിരിച്ചുകൊണ്ട് അവിടെ താമസിപ്പിച്ചവർ. അതിനുശേഷം അവർ ഓടിപ്പിച്ച റോമക്കാരാണ്. റോമക്കാർ ഓടിപ്പിക്കാൻ റോമക്കാരുടെ അണ്ടറിൽ റോമക്കാർ വന്ന് നിങ്ങളിവിടെ ജീവിച്ചോ, ഞങ്ങളുടെ നിയമം അനുസരിച്ച് ജീവിക്കണം. അതുപോലെ ഈ റോമക്കാർക്കെതിരെ ഭീകരപ്രവർത്തനം തുടങ്ങി അവിടെ. റോമക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭീകരപ്രവർത്തനം, ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്. ഹിസ്ബുള്ളയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ന് അവരടുത്ത് റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്. ഇസ്രായേലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഭീകരപ്രവർത്തനം. റോമിനെതിരെ ഇവർ നടത്തിയത് റോമക്കാരുടെ ഭാഷയിൽ ഭീകരപ്രവർത്തനം, ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് മൂവ്മെൻറ്റ്. പിടികിട്ടിയോ? ആ സമയത്താണ് ജീസസ് ഒക്കെ ജനിക്കുന്നത്. അന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു രക്ഷകൻ ഉണ്ടാവും എന്നുള്ള ഒരു സേവിയർ വരുമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സേവിയർമാർ വന്നു പോയിട്ടുണ്ട്. അതിലൊരാളാണ് ജീസസ് എന്നാണ് പറയപ്പെടുന്നത്. അതെ. അപ്പം പക്ഷേ ജീസസിനെ അവർ അംഗീകരിച്ചില്ല. റോമക്കാരെ കൂടി അങ്ങനെ കുരിശിലേറ്റി. മനസ്സിലായത്? പിന്നെ ജീസസിൻ്റെ ആളുകളെല്ലാം റോമിലോട്ട് മൂവ് ചെയ്യായിരുന്നു. പിന്നെ റോം അവർ കീഴടക്കി. അവരുടെ വിശ്വാസത്തിൻ്റെ ശക്തി തന്നെയാണ് അതിന് കാരണം. കാരണം ആദ്യകാലത്തെ സഹനം എന്ന് വെച്ചാൽ ഭീകരമായതാണ്. 200-300 വർഷം എന്ന് വെച്ചാൽ അതിഭീകര സഹനം തന്നെയായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അപ്പം അവർ ശരിയാണ്, പണ്ട് അവർക്ക് 2 രാജ്യം ഉണ്ടായിരുന്നു അവിടെ, ഇസ്രായേൽ ആൻഡ് ജുദായ. അതിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ അതല്ലല്ലോ. നിങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. ആ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ചുള്ള ഇസ്രായേൽ, അത് ഓക്കെ, നമുക്ക് മനസ്സിലാവും. അത് അംഗീകരിക്കാൻ അറബ് രാജ്യങ്ങൾ തയ്യാറായില്ല എന്നിടത്താണ് നമ്മൾ അറബ് രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. നമ്മൾ ഇസ്രായേലിനെ ഈ വിഷയത്തിൽ പിന്നെ കുറ്റപ്പെടുത്താത്തത്. ഏത് ഇസ്രായേൽ സംഘടന ഇസ്രായേൽ കുറ്റപ്പെടുത്താത്തത് അറബ് രാജ്യങ്ങൾ അത് അംഗീകരിച്ചില്ല. മനസ്സിലായി? അത്രയൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ എന്താ ചെയ്യാൻ പറ്റുക? അവർക്ക് മുമ്പുണ്ട് അത്രയും പ്രദേശങ്ങൾ തിരിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അവരെവിടെ നിന്ന് വന്നാൽ അതിൻ്റെ മുമ്പ് അവിടെ ആളുകൾ താമസിച്ചിരുന്നില്ലേ? അവർ പറയുന്നത് വെച്ചാൽ അവരുടെ ദൈവം, അവരുടെ കാത്തിലല്ലല്ലോ ദൈവം. മറ്റുള്ളവർക്ക് ദൈവമല്ലേ? ക്രിസ്ത്യാനിക്ക് ദൈവമല്ലേ? മുസ്ലിങ്ങൾക്ക് ദൈവമല്ലേ? ഹിന്ദുക്കൾക്ക് ദൈവമല്ലേ? ഓരോരുത്തർക്ക് ദൈവമല്ലേ? ഞങ്ങളെ ദൈവം ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞെന്ത് ചെയ്യും? അല്ല, ലെബനനൊക്കെ ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. ലെബനൻ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. കഴിഞ്ഞ 100 വർഷം കൊണ്ടാണ് ആ പോപ്പുലേഷനിൽ മാറ്റം വരുന്നത്. ഈ കഴിഞ്ഞ 100 വർഷം നമ്മൾ പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 200 വർഷം കൊണ്ടാണ് ലോകത്ത് ഇസ്ലാമികമായ ഡോമിനൻസ് ഇല്ലാതായത്. ഓട്ടോമൻ ടെക്സ് ഉള്ള കാലഘട്ടത്തോളം ലോകത്ത് ഇസ്ലാമിക ഡോമിനൻസ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ആ ഏരിയയിൽ. ആ ഡോമിനൻസ് ഇല്ലാതാവുന്നത് 1-ാം ലോക മഹായുദ്ധത്തോടു കൂടിയാണ്.
അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന 100 വർഷം കൊണ്ടാണ് അവിടെ ഇസ്ലാം ഉണ്ടായതെങ്കിൽ അതാണ് സത്യമാണ്. ഇസ്ലാം ഉണ്ടായതല്ല, മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടാണ് മാറിയത്, ലെബനൻ മാറിയത്. അല്ലെങ്കിൽ ക്രിസ്ത്യൻ, അതെങ്ങനെ ഇപ്പോൾ സിറിയൻ ക്രിസ്ത്യൻസ് എങ്ങനെ വന്നു? ഹെഡ്ക്വാർട്ടേഴ്സ് വാസ് ഇൻ സിറിയ. ആദ്യത്തെ ആളുകൾ മൊത്തം സിറിയ എന്ന് വന്നതല്ലേ. അതെ അതെ. അപ്പോൾ അത് പിന്നെ അവിടെ ഇസ്ലാം അങ്ങോട്ട് വരുന്നു, അവിടെ പടയോട്ടങ്ങൾ ഉണ്ടാകുന്നു, അവിടെ അവർക്ക് ജീവിക്കാൻ പറ്റായിരുന്നു, അവരിങ്ങോട്ട് വരുന്നു. ഇങ്ങനെയാണ് വന്നത്. ഇനി ഇവിടെയുള്ള സിറിയൻ ക്രിസ്ത്യനെ തിരിച്ചങ്ങോട്ട് പോകണമെന്നാണ്. പിന്നെ അവരങ്ങനെയുള്ള മണ്ടത്തരം കാണിക്കരുത്. വെരി ഹാപ്പി ഹിയർ. ഇവിടെ പ്രശ്നമൊന്നുമില്ല. വെരി ഹാപ്പി ഹിയർ. ഇതിനെക്കാട്ടും വലിയ സുഖമായിട്ടുള്ള സ്ഥലമില്ലല്ലോ. അതെ. അപ്പം അതുപോലെയാണ്. അപ്പോൾ പിന്നെ അതിങ്ങനെ നിരന്തരമായ യുദ്ധങ്ങളും പലായനങ്ങളും ഒക്കെ ലോക ചരിത്രത്തിലുള്ളതാണ്. അത് നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്, മുമ്പത്തെ ഒരു കാര്യം കാണിച്ചിട്ട് ഈ പറഞ്ഞ പ്രതികാരം ചെയ്യാൻ വരുന്ന മണ്ടത്തരമാണ്. അങ്ങനെയാണ് ശവങ്ങൾ ഇങ്ങനെ എണീറ്റ് വന്നുകൊണ്ടിരിക്കും, എല്ലാം സ്വാഗായിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു ബുദ്ധി നമ്മൾ പ്രയോഗിക്കണ്ടേ, ഒരു മിനിമം ലോജിക്ക്. ആ ലോജിക്കാണ് UN-ന്റെ ഒരു നിർദ്ദേശവും UN-ന്റെ പ്രമേയവും UN-ന്റെ തീരുമാനവും. അത് അംഗീകരിക്കുക. അത് അംഗീകരിക്കുന്നില്ല എന്നുള്ള അറബ് രാജ്യങ്ങൾ. UN-ന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതാ പറയുന്നത്. സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇതിനെതിരെ, ഈ വെടിനിർത്തൽ തള്ളിയ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ഇസ്രായേൽ ഒരു കാലത്ത് ഇത് അംഗീകരിച്ചില്ല. ഇസ്രായേൽ ആകെപ്പാട് ഒറ്റ കാര്യം അംഗീകരിച്ചിട്ടുള്ളൂ. ആ അംഗീകരിച്ചുള്ളതെന്ന് വെച്ചാൽ ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട 60-40 ഉടമ്പടി, അത് അവർ അംഗീകരിച്ചതാണ്. ആ 40-60 ആണെങ്കിൽ അവർ അംഗീകരിക്കുകയായിരുന്നു. അത് അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചില്ല. അത് അറബ് രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് പിന്നീടുള്ള UN-ന്റെ ഇവർക്കെതിരായിട്ട് എല്ലാ നിർദ്ദേശങ്ങളും കാറ്റ് പുറത്താനുള്ള ഇവരുടെ എക്സ്ക്യൂസാണ്. അതാണ് കാര്യം. അറബ് രാജ്യങ്ങൾക്കാണ് അബദ്ധം പറ്റിയത്. ഇദ്ദേഹം പറയുന്ന എല്ലാ നരകവും ഒരുമിച്ചഴിച്ചു വിട്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമേരിക്കയും ഫ്രാൻസും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തെ ഐക്യരാഷ്ട്രസഭ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയൊക്കെ വെറുതെ മുന്നാകുമ്പോൾ ഫുള്ളി ഇസ്രായേലിന് സപ്പോർട്ടല്ലേ. അതെ അതെ അതെ. അതൊക്കെ വെറുതെ പറയുന്നതാണ് പുറത്ത്. അവരുടെ കൂടി താല്പര്യമാണ് ഇസ്രായേൽ നടപ്പിലാക്കുന്നത്. സത്യത്തിൽ 80കളിൽ ഇവർ ആദ്യമായിട്ട് ഇവരായിട്ടുള്ള യുദ്ധം വരുന്നത്, ലെബനനായിട്ട് യുദ്ധം വരുന്നതിന് അമേരിക്കൻ താല്പര്യപ്രകാരം അമേരിക്കയുടെ ആളുകളെ ഇവർ ലെബനീസ് തീവ്രവാദികളെ മറ്റേ കൊന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് യുദ്ധം വരുന്നത് തന്നെ. അമേരിക്കയുടെ അവിടുത്തെ അജണ്ട നടപ്പിലാക്കുക കൂടിയാണ് ഇവർ ചെയ്യുന്നത്. ഇനി ഈ ഇസ്രായേൽ എന്ന് വെച്ചാൽ അമേരിക്കയുടെ അടുത്തൊരു സ്റ്റേറ്റ് പോലെയാണ്, ഹവായ് പോലെ വേറെ സ്റ്റേറ്റ് പോലെയാണ് അവർ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ നെതന്യാഹുവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ യുദ്ധം തീർന്നത് നെതന്യാഹു ഫിനിഷ്ഡ് ആണ്. അതുകൊണ്ട് അങ്ങനെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നെതന്യാഹുവിനെതിരെ വലിയ അതാണ്. അതുകൊണ്ടാണ് ഈ മൊസാദ് ഒന്ന് അയഞ്ഞു കൊടുത്തത്, ഇവന്മാർ അവിടെ അറ്റാക്ക് ചെയ്തത്. അപ്പൊ ഈ യുദ്ധം നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ഥിതി കഷ്ടത്തിലാവും. അപ്പൊ എന്ന് വെച്ചാൽ അങ്ങനെ യുദ്ധം നിർത്താൻ പറ്റില്ല. അതിന്റെ ഇടയിൽ എന്ത് ചെയ്യണം, ഈ ടാർജറ്റ് കൂടി ഉണ്ടാക്കണം. ഈ ടാർജറ്റ് കൂടി ഗ്രേറ്റർ ഇസ്രായേലേക്കുള്ള 2 സ്റ്റെപ്പും കൂടി വെക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊക്കെ ഗ്രാൻഡ് പ്ലാൻ വളരെ മുമ്പേ ഉള്ള, ഇസ്രായേൽ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഗ്രാൻഡ് പ്ലാനാണ്. മക്കയും മദീനയും വരെ ഞാൻ വെറുതെ ആരെങ്കിലും കോട്ട് ചെയ്യല്ല, വളരെ ഇത് ഈ ഏരിയയിൽ വളരെ കാര്യമായി റിസർച്ച് ചെയ്ത ആളെ കോട്ട് ചെയ്ത് പറയുന്നത്. അല്ല, അങ്ങനെ അത്ര മണ്ടത്തരങ്ങളിലേക്ക് പോകും. ഓരോ ഘട്ടമല്ലേ. ഒരിക്കലും വെസ്റ്റ് ബാങ്കും ഗാസയും ഇസ്രായേൽ പിടിക്കുമെന്ന് ഈ 48-49 കാലഘട്ടത്തിൽ ആരും വിചാരിച്ചതല്ല. ആർക്കും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അത് യാഥാർത്ഥ്യമായി, നോർമലായി. നമ്മൾ വരെ പറയുന്ന അവന്മാരെടുത്തോട്ടെ. പക്ഷേ ഇസ്രായേൽ അങ്ങനെ സോഫ ഈ ഇവിടെയുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ട് പറയുന്ന പോലെ സോഫ അവരുടെ ഇസ്രായേൽ സ്ഥാപിക്കുന്നതിന് ശേഷമുള്ള ആധുനിക കാലഘട്ടം ഉണ്ടായതിനു ശേഷമുള്ള അവരുടെ എല്ലാ പ്ലാനിലും അവർ സക്സസ് ആണ്. പിന്നെ അവരെന്തിനാ തിരുത്തണം? നമ്മൾ പിണറായി വിജയനെ പറ്റിയും മോഡിനെ പറ്റിയും പറയാറില്ലേ, അവരെന്തുകൊണ്ട് അങ്ങനെ? നിങ്ങൾ ഇതുവരെ കണ്ട ആളുകളെ പോലല്ല. ഇതുവരെയുള്ള അവരുടെ ജീവിതത്തിൽ അവരുടെ എല്ലാ പ്ലാനും സക്സസ്ഫുൾ ആണ്. പിന്നെ അവരെന്തിനും തിരുത്തണം? ശൈലി തിരുത്തേണ്ട കാര്യമില്ല. മോഡി ആകപ്പാടെ തിരുത്തി RSSന് പണിക്കതാണ്. അതിപ്പോൾ മോഡി തിരുത്തി. അതുപോലെയാണ് ഇസ്രായേലിന്റെ കാര്യം. വിജയം അവർക്കൊരു ശീലമാണ്. ഇവരെ വിജയം ഉണ്ടായത് മറ്റുള്ളവരുടെ മണ്ടത്തരത്തിൽ നിന്നാണ്. പക്ഷെ മറ്റുള്ളവരുടെ മണ്ടത്തരത്തെ മുൻകൂട്ടി കണ്ട് മൈൻഡ് ഗെയിം കളിക്കാൻ അവർക്ക് പറ്റി. അറബികൾ ഇങ്ങനെ പ്രതികരിക്കുന്ന അവർക്ക് അറിയാം. അതനുസരിച്ച് അവർ ചെയ്തു. അതിനിടയ്ക്ക് ഇന്ത്യക്കാർ യൂതന്മാർ മര്യാദയ്ക്ക് ഈ ടർക്കിഷ് സുൽത്താനെ പോയി കണ്ടതാണ്. ഞങ്ങൾക്കൊരു രാജ്യം അവിടെ തരണം, അത് ഞങ്ങൾ യുദ്ധം ജയിപ്പിച്ചു തരാം, നല്ല മഹായുദ്ധം. അങ്ങേര് വന്ന് എൻ്റെ അറബ് സഹോദരങ്ങളെ കൈവിടാൻ എനിക്ക് പറ്റില്ല, അനുഭവിച്ചു. ഒരു നേരെ പോയിട്ട് ബ്രിട്ടനെ സഹായിച്ചു. ബ്രിട്ടൻ അവർക്ക് രാജ്യം വാഗ്ദാനം. അങ്ങനെ ബഫേസ് ഉടമ്പടിയൊക്കെ വരുന്നത്, ഡിക്ലറേഷൻ വരുന്നത്. അപ്പം ഈ അറബ് രാജ്യങ്ങൾ കൂടി ആരെ കൂടെ കൂടി? ഇസ്രായേലിൻ്റെ കൂടെ കൂടി. ആരെ കൂടെ കൂടി? ഇംഗ്ലണ്ടിൻ്റെ കൂടെ കൂടി. ആർക്കെതിരെ? തുർക്കികൾക്കെതിരെ. അതാണ് എൻ്റെ കാര്യം. അങ്ങനെയാണ് അവിടെ ഈ ഓട്ടോമൻ എംപയർ ഇല്ലാതാവുന്നത്. എന്നിട്ട് ബ്രിട്ടന്റെ മാൻഡേറ്റായി ഈ പ്രദേശങ്ങൾ മാറുന്നു 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം. ഈ മാൻഡേറ്റായി മാറിയ പ്രദേശത്താണ് പിന്നെ ജൂത കുടിയേറ്റത്തെ UK പടിഞ്ഞാറ് ശക്തികൾ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ ഈ അവസ്ഥ ഉണ്ടാക്കി വെച്ച ആരാ? അറബികൾ. 2 യൂതന്മാരെന്താ ചെയ്ത്? ആദ്യം തുർക്കി ഖലീഫ അമ്മാനെ പറ്റി ചിന്തിക്കേണ്ടായിരുന്നു. ചെറിയ രാജ്യം അമ്മാൻ ഉണ്ടാക്കിക്കോട്ടെന്ന് വിചാരിച്ചാൽ ഒരു പ്രശ്നമില്ല.
പിന്നെ ആ യുദ്ധത്തിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇവർ ജയിക്കും. ആര് ജയിക്കും? ഉം. തുർക്കികളും ജർമ്മനി എല്ലാം കൂടി ജയിക്കും. ഉം. യൂതന്മാരൊരു രാജ്യം ഉണ്ടാക്കി. അവർക്ക് ഇപ്പൊ അമേരിക്ക ജയിച്ചോണ്ട് അവർ അമേരിക്കന്റെ കൂടെ, ജർമ്മനിയാണോ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജയിച്ചെങ്കിൽ അവർ ജർമ്മനിയുടെ കൂടെ നിൽക്കായിരുന്നു. അങ്ങനെ ജർമ്മനിയിൽ എന്തുകൊണ്ട് ഇവർക്കെതിരെ വികാരം ഉണ്ടായി? ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലർ വന്നപ്പോൾ അല്ല, അയാൾ വെറും പടയാളി മാത്രമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇവർ ബ്രിട്ടനെ സഹായിച്ചു, ബ്രിട്ടൻ അവർക്ക് രാജ്യം കൊടുക്കാൻ തന്നോണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രത്തിന് പിന്നിലുണ്ട്. അതുകൊണ്ട് ഇവർക്കെതിരെ അവിടെ വികാരം ഉണ്ടായി, ശക്തമായ വികാരം മുമ്പേ ഉണ്ട്, അതിശക്തമായി മാറി ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം. ഞങ്ങൾ തോൽക്കാൻ കാരണം ജൂതന്മാരാന്നുള്ളത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഈ തുർക്കിയുടെ സുൽത്താൻ ഇവരുടെ ഓഫർ സ്വീകരിച്ചിരുന്നത് എന്ത് സംഭവിക്കായിരുന്നു? അവർക്ക് രാജ്യവും കിട്ടും, അറബികളെ ഒതുക്കി നിർത്തുകയും ചെയ്യാം. ഈ ആ യുദ്ധത്തിൽ പിന്നെ ഇവർ ജയിക്കും, തുർക്കി ഇന്ത്യക്ക് പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടിയായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ നടക്കായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ രാജാവ് അത് റിഫ്യൂസ് ചെയ്തു. രാജാവ് അന്ന് അത് ജയിക്കാൻ പറ്റുന്ന വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം റിഫ്യൂസ് ചെയ്തത്. അതല്ല അറബികൾ ഇങ്ങനെ പാലം വലിക്കുമെന്ന് വിചാരിച്ചില്ല, അറബികൾ പാലം വലിക്കുകയും ചെയ്തു. അറബികൾ ജൂതന്മാരെ ഒരേപോലെ ആരെ സഹായിച്ചു? ബ്രിട്ടനെ സഹായിച്ചു. ഇതൊക്കെ ഇതിനകത്ത് ഇന്ത്യക്കാരിൽ ലെവനും വിടാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിടുന്ന നല്ലത്, വിട്ടിട്ട് ഇന്ത്യ വിടുക, അങ്ങോട്ട് ആരും യാത്ര ചെയ്യരുത്. കാരണം അത്രയും കുറച്ചു കാലം അങ്ങോട്ട് പോകാതിരിക്കുന്നതല്ല. ഇപ്പൊ ഇസ്രായേൽ അവിടെ പിടിച്ചാൽ പോലും ഇസ്രായേലിനെതിരെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവും അവിടെ, ഹിസ്ബുൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവർ ഈസി ടാർജറ്റ് ഇന്ത്യക്കാരെ ഉപദ്രവിക്കും. അതെ അതെ അതെ, ഇന്ത്യക്കാരെ ലക്ഷ്യം വെക്കും. അവിടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ഉണ്ടാക്കിയാൽ കുറച്ച് ടൈം എടുക്കും. മാത്രമല്ല ഇതോടുകൂടി ലോകത്തെല്ലായിടത്തും തന്നെ ആന്റി ഇസ്രായേൽ വികാരം വരും. മുസ്ലിം രാജ്യങ്ങൾ ഇപ്പം തന്നെ ഉണ്ട്, സൗദിയൊക്കെ പക്ഷെ അവർ അംഗീകരിക്കുന്ന ഇടത്തിലേക്ക് പോവുകയാണ്. നമുക്കൊരു ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് നെതന്യാഹു ചോദിക്കുന്നത് 2006 മുതൽ ലെബനനിൽ UN ദൗത്യസേന തുടരുന്നുണ്ട്, അവരെന്തുകൊണ്ടാണ് ഹിസ്ബുള്ളയെ തുരത്തിയില്ല എന്ന് ഇസ്രായേലിന്റെ ചോദ്യമുണ്ട്. ഇതിന്റെ നമുക്ക് വേറൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാനുണ്ട്. കശ്മീരിൽ യുഎന്റെ ഒബ്സർവേഴ്സും UN പീസ് കീപ്പിംഗ് ഫോഴ്സും ചെറിയൊരു ഭാഗം വളരെ കാലമായിട്ടുണ്ട്. അതിന് പാകിസ്ഥാൻ അവിടെ തെമ്മാടത്തം കാണിച്ചുകൊണ്ടിരിക്കില്ല. അത് UN സ്വന്തമായിട്ടൊരു ഫോഴ്സ് ഇല്ല, അത് മറ്റു പല രാജ്യങ്ങൾ ചേർന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ അങ്ങനെ അവിടെ ഇടപെടാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.